Hi dear students, welcome back to Alex Academy. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ CE 407 ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 2ലെ 6th മൊഡ്യൂളിലെ തേർഡ് ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാച്ചുറൽ ഫിനോമിനൺസ് വിച്ച് എഫക്ട്സ് ദ ഡിസൈൻ ഓഫ് ഹാർബർ. അപ്പോൾ നമ്മൾ ഹാർബർ ഡിസൈൻ ചെയ്യുമ്പോൾ ഉള്ള കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സും സൈറ്റ് സെലക്ഷൻ ക്രൈറ്റീരിയാസും ഒക്കെ കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഈ ഡിസൈൻ ഓഫ് ഹാർബറിനെ അഫക്റ്റ് ചെയ്യുന്ന നാച്ചുറൽ ഫിനോമിനാസ് എന്തൊക്കെയാണെന്നും അതിൻ്റെ എഫക്റ്റ് ഏത് രീതിയിലൊക്കെയാണെന്നുമാണ് പഠിക്കുന്നത്. ഓക്കെ, നാച്ചുറൽ ഫിനോമിന വിച്ച് എഫക്ട്സ് ദ ഡിസൈൻ ഓഫ് ഹാർബർ. ഫസ്റ്റ് വൺ ലിറ്ററൽ ഡ്രിഫ്റ്റ് ഓർ കോസ്റ്റ് എറോഷൻ. സെക്കൻഡ് വൺ ടൈഡ്സ്. തേർഡ് വൺ വിൻഡ്സ് ആൻഡ് വേവ്സ്. അപ്പോൾ ആദ്യത്തത് ലിറ്ററൽ ഡ്രിഫ്റ്റ് ആണ്. ഓൺ എക്സ്പോസ്ഡ് കോസ്റ്റ് ഷോർലൈൻ അണ്ടർഗോസ് ഗ്രാജുവൽ ആൻഡ് കണ്ടിന്യൂസ് ചേഞ്ച്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കടൽ തീരമൊക്കെ ഗ്രാജുവലായിട്ട് എപ്പോഴും എന്താ പറയുക ചേഞ്ചുകൾ ഉണ്ടാവും അല്ലേ. കുറേ സോയിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും, ചിലയിടത്ത് സോയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇറോഷൻ സംഭവിക്കും. ഇപ്പോൾ നമ്മൾ ചിലയിടത്ത് കടൽ കയറി എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ കടൽ തീരങ്ങളൊക്കെ എപ്പോഴും ഗ്രാജുവലും കണ്ടിന്യൂസും ആയിട്ടുള്ള ചേഞ്ചുകൾ ഇറോഷനൊക്കെ ഒക്കർ ചെയ്യുന്നുണ്ട്. ദ പ്രോസസ് ഓഫ് ക്യാരിയിങ് എവേ ആൻഡ് depositing materials is caused by current flow created by waves. അപ്പോൾ ഈ തിരമാല വേവ്സിൻ്റെ ആക്ഷൻ കൊണ്ട് ഈ ഒരു പ്രോസസ്സ്, അതായത് പല മെറ്റീരിയൽസും ചിലയിടത്ത് നിന്ന് ക്യാരി ചെയ്യപ്പെടും, ചില പർട്ടിക്കുലർ പോയിന്റിൽ ഈ ക്യാരി ചെയ്യുന്ന സാൻഡ് പാർട്ടിക്കിൾസും മെറ്റീരിയൽസും ഒക്കെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഈ പ്രോസസ്സ് ആ വേവ്സിൻ്റെ ആക്ഷൻ കൊണ്ടിട്ടാണ് നടക്കുന്നത്. These waves are induced by prevailing winds and tends to stir up and move the lighter particle. ഓക്കെ, അപ്പോൾ വിൻഡിൻ്റെ ആക്ഷൻ കൊണ്ടാണ് ഈ വേവ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വേവ്സ് എന്ത് ചെയ്യും, മൈന്യൂട്ടായിട്ടുള്ള സാൻഡ് പാർട്ടിക്കിൾസിനെയൊക്കെ വെള്ളത്തിൽ നമുക്ക് സ്റ്റിർ ചെയ്യപ്പെടും, കലക്കി എടുത്തിട്ട് അത് വേവ്സ് പോകുന്നതിൻ്റെ കൂടെ അത് ഇറോഡ് ചെയ്ത് പോകും. When waves come in and out in a zigzag manner, they carry sand along with it. ഈ വേവ്സ് പല രീതിയിൽ സിക്സാഗ് ആയിട്ടുള്ള മാനറിൽ ഒക്കെ ചെയ്യും. അപ്പോൾ അത് എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ അത് വന്ന് ഹിറ്റ് ചെയ്യുന്ന സ്ഥലത്തുള്ള സാൻഡ് പാർട്ടിക്കിൾസിനെയും ക്യാരി ചെയ്യും. ദ പ്രോസസ് ഓഫ് സാൻഡ് ഡെപ്പോസിഷൻ ആൻഡ് എറോഷൻ ഇൻ ദ പ്രോക്സിമിറ്റി ഓഫ് ഫോർ ഷോർസ് ആർ നോൺ ആസ് ലിറ്ററൽ ഡ്രിഫ്റ്റ്. അപ്പോൾ ഈ രീതിയിൽ വിൻസിൻ്റെയും വേവ്സിൻ്റെ ആക്ഷൻ കൊണ്ട് സോർ ലൈൻസ്, നമ്മുടെ കടൽ തീരങ്ങളിലുണ്ടാകുന്ന സാൻഡിൻ്റെ ഡെപ്പോസിഷനും ഇറോഷനെയാണ് നമ്മൾ ലിറ്ററൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹാർബർ ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഏരിയയിലുള്ള ലിറ്ററൽ ഡ്രിഫ്റ്റ് എത്രത്തോളം ഉണ്ട്, അതെവിടേക്കാണ് ഒക്കർ ചെയ്യുന്നത്, എവിടേക്കാണ് ഡെപ്പോസിഷൻ, എവിടേക്കാണ് ഇറോഷൻ, അതിൻ്റെ പാറ്റേൺ, ഇതൊക്കെ നമ്മൾ ത്രൂ ആയിട്ട് സ്റ്റഡി ചെയ്യണം. ദ ഡയറക്ഷൻ ഓഫ് ലിറ്ററൽ ഡ്രിഫ്റ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ വേവ് ഡയറക്ഷൻ. അപ്പോൾ ഏത് ഡയറക്ഷനിലാണോ വേവ് അടിക്കുന്നത് അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഈ ലിറ്ററൽ ഡ്രിഫ്റ്റിൻ്റെയും ഡയറക്ഷൻ. ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് മൂവിങ് ഡിപ്പെൻഡിങ് ഓൺ ദ വെലോസിറ്റി ഓഫ് ടൈഡൽ കറണ്ട്. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ആണോ ഈ ലിറ്ററൽ ഡ്രിഫ്റ്റ് കാരണം മൂവ് ചെയ്യുന്നതെന്നുള്ളത് അവിടെയുള്ള ടൈഡ്സിൻ്റെ വേവിൻ്റെ വെലോസിറ്റീനെ അല്ലെങ്കിൽ കറണ്ടിൻ്റെ വെലോസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ വരുന്നത്. ഈ ബ്രൗൺ കളറിൽ കാണിച്ചേക്കുന്നത് നമ്മുടെ കടൽ തീരമാണ്, ലാൻഡാണ്. ഇതാണ് നമ്മുടെ ഷോർ ലൈൻ, കടൽ തീരവും വെള്ളമായിട്ട് മീറ്റ് ചെയ്യുന്ന ആ ഒരു ലൈനാണ്. ഇത് നമ്മുടെ സീ. ഇതാണ് ഡയറക്ഷൻ ഓഫ് പ്രിവെയിലിംഗ് വിൻഡ് അടിക്കുന്ന ഡയറക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഈ തിര ഉണ്ടാകുന്നതും ഈ രീതിയിലടിക്കും. അപ്പോൾ ഇവിടുത്തെ മെറ്റീരിയൽസിനെയൊക്കെ അത് ഇറോഡ് ചെയ്ത് അത് ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഫർദർ അടുത്ത തിര അടിക്കുമ്പോഴത്തേക്കും അത് ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഇവിടുത്തെ പാർട്ടിക്കിൾസിനെയൊക്കെ ഇറോഡ് ചെയ്യും. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ സിക്സാഗായിട്ട് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ പാർട്ടിക്കിൾസൊക്കെ അത് ഹിറ്റ് ചെയ്ത് അവിടെ നിന്നുള്ള പാർട്ടിക്കിൾസൊക്കെ വെള്ളത്തിലേക്ക് വന്ന് ഇത് ഫർദർ വേറെ ഏതെങ്കിലും പോയിന്റ് ഇത് ഈ രീതിയിൽ ഇറോഷൻ ഡെപ്പോസിഷനും സംഭവിക്കും. അപ്പോൾ ഇത്രയാണ് ലിറ്ററൽ ഡ്രിഫ്റ്റിൽ പറയാനുള്ളത്. അടുത്ത ആക്ഷൻ, നാച്ചുറൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ വിൻഡാണ്. വിൻഡ് ഇസ് ദ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് എയർ ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ എയർ പ്രഷർ വിച്ച് ആർ കോസ്ഡ് ബൈ ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ്. ഓക്കെ, അപ്പോൾ സീന് മുകളിലുള്ള ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രഷർ ഡിഫറൻസിൻ്റെ എഫക്റ്റിലാണ് വിൻഡിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവിടെയാണ് വിൻഡ് ബ്ലോ ചെയ്യുന്നത്. ഇൻ ഷോർട്ട്, ദ വിൻഡ് മീൻസ് എയർ ഇൻ മോഷൻ. അപ്പോൾ
മൂവിങ് ആയിട്ടുള്ള എയറിനെയാണ് നമ്മൾ വിൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ വിൻഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഡയറക്ഷൻ. ദ ഡയറക്ഷൻ ഓഫ് വിൻഡ് ഈസ് യൂഷ്വലി സ്പെസിഫൈഡ് ബൈ കോമ്പസ്. അപ്പോൾ കോമ്പസ് വെച്ചിട്ടാണ് നമ്മൾ വിൻഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഫ്രീക്വൻസി ഓഫ് വിൻഡ് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ദ ടൈം ഇൻ എ ഇയർ ഇറ്റ് വിൽ ബ്ലോ ഫ്രം എ പർട്ടിക്കുലർ ഡയറക്ഷൻ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ വിൻഡ് ഒരു തവണ വീശിയിട്ടുണ്ടെങ്കിൽ അടുത്ത എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ ആ ഒരു ഇയറിൽ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് വീണ്ടും അതേ ഡയറക്ഷനിൽ ഈ വിൻഡ് ബ്ലോ ചെയ്യുന്നത്. അതിൻ്റെ ആ റിപ്പീറ്റേഷന് വേണ്ടിയിട്ടുള്ള ടൈമിനെയാണ് നമ്മളതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇൻറ്റൻസിറ്റി ഗീവ്സ് ദ വെലോസിറ്റി ഓഫ് വിൻഡ്. ഇൻറ്റൻസിറ്റി ഓഫ് വിൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിൻഡ് ബ്ലോ ചെയ്യുന്ന വെലോസിറ്റി എന്താണോ അതിനാണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ദ സ്പീഡ് ഓഫ് വിൻഡ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ നോട്ട്സ് ആൻഡ് വിൻഡ് സ്ട്രെങ്ത് ഈസ് മെഷർഡ് ഇൻ കിലോമീറ്റർ പെർ ഹവർ. അപ്പോൾ വിൻഡിൻ്റെ സ്പീഡിനെ നമ്മൾ നോട്ട്സിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് യൂഷ്വലി നമ്മൾ കിലോമീറ്റർ പെർ ഹവറിൽ വിൻഡിൻ്റെ സ്ട്രെങ്ത്തിനെ നമ്മൾ മെഷർ ചെയ്യും. 1 നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.852 കിലോമീറ്റർ പെർ ഹവറാണ്. വേവ്സ് ആർ, അപ്പോൾ അതാണ് വിൻഡ്സിൽ പറഞ്ഞത്. ഇനിയിപ്പോൾ അടുത്ത വേവ്സ് ആണ്. വേവ്സ് ആർ പീരിയോഡിക് അണ്ടുലേഷൻസ് ഓഫ് സീ സർഫസ്. വാട്ടർ വേവ്സ് ആർ ജനറേറ്റഡ് ബൈ ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം എയർ മൂവിങ് ഓവർ ദ വാട്ടർ. ഓക്കെ, അപ്പോൾ വേവ്സിൻ്റെ മോഡലുള്ള ആ അണ്ടുലേഷനെയാണ്, പീരിയോഡിക് ആയിട്ടുള്ള അണ്ടുലേഷനെയാണ് നമ്മൾ വേവ്സ് എന്ന് പറയുന്നത്. വാട്ടർ വേവ്സ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എനർജി, മൂവിങ് എയറിലുള്ള എനർജിയെ ട്രാൻസ്ഫർ ചെയ്ത് വാട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു വേവ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വിൻഡ്സിൻ്റെ ആക്ഷൻ കൊണ്ടാണ് ശരിക്കും വേവ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. കോസസ് ഓഫ് സീ വേവ്സ്, എന്തൊക്കെ കൊണ്ടാണ് ഈ സീ വേവ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒന്ന് വിൻഡ് ആക്ഷൻ, കാറ്റിൻ്റെ ആക്ഷൻ കൊണ്ട് വേവ്സ് ക്രിയേറ്റ് ചെയ്യും. റെവല്യൂഷൻ ഓഫ് ദി എർത്തിൻ്റെ റെവല്യൂഷൻ, അതേപോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് മൂൺ ആൻഡ് സൺ, സണ്ണിൻ്റെയും മൂണിൻ്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട്. ഇനി എർത്ത് ക്വേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഈ സീ വേവ്സ് ക്രിയേറ്റ് ചെയ്യും. ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായി കഴിഞ്ഞാൽ, സീ ഷോറിൽ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായി കഴിഞ്ഞാലും ഈ സീ വേവ്സ് ക്രിയേറ്റ് ചെയ്യും. അടുത്തത് ടൈപ്സ് ഓഫ് സീ വേവ്സ്. ഡീപ്പ് സീ വേവ്, ഷാലോ സീ വേവ്, ഓക്സിലേറ്ററി വേവ്സ്. ഓക്സിലേറ്ററി വേവ്സ് എന്ന് വെച്ചാൽ അൺബ്രോക്കൺ വേവ്സ് ആണ് ട്രാവലിംഗ് ഇൻ എ ഡീപ്പ് സീ. കടലിലൊക്കെ ഉണ്ടാകുന്ന അൺബ്രോക്കൺ ആയിട്ടുള്ള ആ തിരമാലയാണ് നമ്മൾ ഓക്സിലേറ്റിംഗ് വേവ്സ് എന്ന് പറയുന്നത്. ട്രാൻസ്ലേറ്ററി വേവ്സ്, കാപ്പിലറി വേവ്സ്, സർഫ് എന്താണെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമയിലൊക്കെ. ലോ ഹൈറ്റ് ആൻഡ് ലോങ് വേവ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ വിൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലോ ഹൈറ്റ് ആയിട്ടുള്ളതും എന്നാൽ നല്ല ലെങ്ത് ഉള്ളതുമായിട്ടുള്ള വേവ്സിനെയാണ് നമ്മൾ സർഫ് എന്ന് പറയുന്നത്. സർജ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ്ഡ് ബൈ സൈക്ലോൺ കൊണ്ടുണ്ടാകുന്ന വേവ്സിനെയാണ് നമ്മൾ സർജ് എന്ന് പറയുന്നത്. സുനാമി, ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദ എറപ്ഷൻ ഓഫ് വോൾക്കാനോ ഓർ എർത്ത് ക്വേക്കോ ഒരു വോൾക്കാനിക് എറപ്ഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വേവാണ് സുനാമി എന്ന് പറയുന്നത്. നമ്മുടെ വേവ്സിൻ്റെ കുറച്ച് പിക്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത വേവ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു L/T ആണ്. L എന്ന് വെച്ചാൽ വേവിൻ്റെ ലെങ്ത്ത്, T എന്ന് വെച്ചാൽ വേവ് പീരീഡ്. ഇനി അടുത്തൊരു പാരാമീറ്റർ ഫെച്ച്. ദ സ്ട്രെയിറ്റ് ലൈൻ സ്ട്രെച്ച് ഓഫ് ഓപ്പൺ വാട്ടർ അവൈലബിൾ ഫോർ വേവ് ഗ്രോത്ത് വിത്തൗട്ട് ഇൻട്രപ്ഷൻ ഓഫ് ലാൻഡ് ഈസ് കോൾഡ് ഫെച്ച്. അതായത് ഒരു ഓപ്പൺ സ്ട്രെയിറ്റ് ലൈൻ സ്ട്രെച്ച് ഓഫ് ഓപ്പൺ വാട്ടർ. അപ്പോൾ ഒരു വെള്ളത്തിൻ്റെ, നമ്മുടെ കടലിലുള്ള ആ ഒരു ഓപ്പൺ ലൈൻ സ്ട്രെച്ച് എങ്ങനെയാണ് ആ വേവിൻ്റെ ഗ്രോത്തിന് കാരണമാകുന്നത്. അപ്പോൾ ലാൻഡ് എത്തുന്നതിന് മുമ്പ്, കരയോട് അടിക്കുന്നതിന് മുമ്പ് ആ ഒരു ഓപ്പൺ സീയിൽ ഓപ്പൺ സ്ട്രെച്ചായിട്ട് എത്രത്തോളം വാട്ടർ ഉണ്ടോ അതിനെയാണ് നമ്മൾ ഫെച്ച് എന്ന് പറയുന്നത്. അതിൽ ഈ ഒരു ഇക്വേഷനാണ് നമ്മളതിന് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് എഫ് എന്ന് പറയുന്നതാണ് ഫെച്ച്. അപ്പോൾ H is equal to 0.34 √f ആണ്. എഫ് എന്ന് വെച്ചാൽ വേവ് ഹൈറ്റ് ഇൻ മീറ്റർ, ഫെച്ച് നമ്മൾ കിലോമീറ്ററിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1 മീറ്റർ വേവ് ഹൈറ്റ് ഉണ്ടാകാനായിട്ട് എത്ര ഫെച്ച് വേണം, അതായത് എത്ര ആ ഒരു ഓപ്പൺ വാട്ടർ ക്ലിയറൻസ് നമുക്ക് വേണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഫിഗർ കാണാൻ പറ്റും. അതായത് ഇതാണ് നമ്മുടെ കര, ഇങ്ങനെ രീതിയിലാണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫെച്ച് എന്ന് പറയുന്നത്. ഈ ഒരു വേവിന് അൺഇൻട്രപ്റ്റഡ് ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് ഓപ്പൺ സീയിൽ എത്ര ഡിസ്റ്റൻസ് വേണം, അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് കിട്ടും, അതിനാണ് നമ്മൾ ഫെച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ ഇവിടെ കര എത്തി, സാൻഡ് എത്തി.
അല്ലെങ്കിൽ ലാൻഡ് എത്തി. അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ ആ ഫെച്ച് തീരും. ഇപ്പോൾ ഇവിടെ നിന്നുണ്ടാകുന്ന ആ ഒരു വേവിന് ഫ്രീ ആയിട്ട് ഓക്സിലേറ്റ് ചെയ്യാനായിട്ട് ഇത്രയും പോയിന്റ് ഉണ്ട് ഓപ്പൺ സീയിൽ. അടുത്തത് വേവ്സ് ആണ്. വേവ്സിൻ്റെ അടുത്ത പാരാമീറ്റർ വേവ് ലെങ്ത് ആണ്. അപ്പോൾ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ L=T²/2π×g. ഇതിൽ L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് വേവ് ആണ്, അത് മീറ്ററിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 1.556 T² ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ സോൾവ് ചെയ്യാം. ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ ജീൻ്റെ വാല്യൂ പൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 1.56 എന്ന് കിട്ടും, T² എന്ന് കിട്ടും. ടി എന്ന് പറഞ്ഞാൽ വേവ് പീരീഡ് ആണ്, അത് സെക്കൻഡ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ആ വേവിൻ്റെ ആ ഒരു ഫിഗറാണ് ഈ കാണിച്ചേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ടോട്ടൽ ഈ ഒരു താഴത്തെ വേവിൻ്റെ പോയിന്റിന് നമ്മൾ ട്രഫ് എന്ന് പറയും, ഏറ്റവും മുകളിലത്തെ പോയിന്റ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയും. ഇനി ഈ ട്രഫ് മുതൽ ക്രസ്റ്റ് വരെയുള്ള ഈ ഒരു ഹൈറ്റിനെയാണ് നമ്മൾ വേവ് ഹൈറ്റ് ആയിട്ട് പറയുന്നത്. ഇനി ഓൾട്ടർനേറ്റീവ് രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ലെങ്ത്തിനെയാണ് നമ്മൾ വേവ് ലെങ്ത് ആയിട്ട് പറയുന്നത്. ഇത് ഡിസ്റ്റൻസ് ഓഫ് ഓർ ടൈം, എത്ര ഡിസ്റ്റൻസോ അല്ലെങ്കിൽ എത്ര ടൈം എടുത്തിട്ടാണെന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു കർവ് പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് നൊട്ടേഷൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഹെഡിങ്ങിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, വാട്ട് ആർ ദ നാച്ചുറൽ ഫോഴ്സസ് ടു ബി കൺസിഡർഡ് വൈൽ ഡിസൈൻ ഓഫ് എ ഹാർബർ. അപ്പോൾ ആ രീതിയിൽ നമ്മളെല്ലാം ഇത് ഷോർട്ടാക്കി എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി, ഇൻ ഡെപ്ത് ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അടുത്തത് വേവ് ആക്ഷൻ. ഓഷൻ വേവ്സ് ഓൺ ബ്രേക്കിംഗ് അഗെയിൻസ്റ്റ് മറൈൻ സ്ട്രക്ചേഴ്സ് ഗീവ് റൈസ് ടു വേരിയസ് ഫോഴ്സസ് ലൈക്ക്. അപ്പോൾ ഒരു വേവ് കൊണ്ട് ആ ഹാർബറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഫോഴ്സസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇതൊരു ഹാർബറിൻ്റെ വാളാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു വേവ് ഉണ്ടാകുന്നുണ്ട്. ഈ വേവ് വന്ന് ഈ ഹാർബറിൻ്റെ വാളിൽ ഹിറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ ടൈപ്പ് ഫോഴ്സുകളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കംപ്രഷൻ ഫോഴ്സ് ഡ്യൂ ടു ഡയറക്റ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഒരു ഹാർബറിൻ്റെ വാളിൽ ഒരു വേവ് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കംപ്രസീവ് ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, അടുത്തത് ഷിയറിംഗ് ആക്ഷൻ അറ്റ് ദ പ്രൊജക്ഷൻ ഓഫ് ഫേസ് ഓഫ് വാൾ. അപ്പോൾ ഫേസിൻ്റെ പ്രൊജക്ഷനിലാണ് ഈ വേവ് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ഷിയറിംഗ് ഫോഴ്സ് ഉണ്ടാവും. സക്ഷൻ എഫക്റ്റ് ഡ്യൂ ടു റിട്ടേൺ വാട്ടർ. ഓക്കെ, അപ്പോൾ ഈ ഒരു വാളിൽ വേവ് ഒന്ന് ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഹിറ്റ് ചെയ്ത വെള്ളം ബാക്കിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു സക്ഷൻ ഫോഴ്സ് ബാക്കിലേക്ക് ഉണ്ടാവും. അടുത്തത് സീ ബെഡ് ആൻഡ് ഫൗണ്ടേഷൻ ഡിസ്റ്റർബൻസ് ഡ്യൂ ടു ഡൗൺവേർഡ് ഫോഴ്സ്. ഒരു വാളിൽ വന്നിട്ട് നമ്മുടെ വേവ് ഹിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റ് മുകളിലേക്കും ഡൗൺവേർഡ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും പിന്നെ സക്ഷൻ ഫോഴ്സായിട്ട് ബാക്ക്വേർഡും ഉണ്ടാവും. അപ്പോൾ ഈ ഡൗൺവേർഡ് ഫോഴ്സ് കൊണ്ട് ഇതിൻ്റെ ഫൗണ്ടേഷനിൽ, ഈ ഹാർബറിൻ്റെ ഫൗണ്ടേഷനിൽ ഡിസ്റ്റർബൻസ് ഫോം ചെയ്യും. ഇത്രയാണ് ഒരു ഓഷൻ വേവ് കൊണ്ട് മറൈൻ സ്ട്രക്ചേഴ്സിനുണ്ടാകുന്ന പല ടൈപ്പ് ഫോഴ്സുകൾ. ദ എബോവ് എഫക്ട്സ് റിസൾട്ട് ഇൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വേവ് ആക്ഷൻ കൊണ്ട് പല ടൈപ്പ് ഫോഴ്സ് ഈ ഒരു സ്ട്രക്ചറിലുണ്ടാവും. അതുകൊണ്ട് ഈ ഒരു സ്ട്രക്ചറിൽ എന്തൊക്കെ എഫക്റ്റ് ഉണ്ടാവും? അതിൻ്റെ അത് ഇനേഷ്യ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും, സ്ട്രക്ചറിൽ വൈബ്രേഷൻസ് ഉണ്ടാവും, സ്ട്രക്ചറിൽ ഇൻറ്റേർണൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യും, എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ക്യാവിറ്റീസ് ഓഫ് സ്ട്രക്ചർ. അപ്പോൾ സ്ട്രക്ചേഴ്സിൻ്റെ അകത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ ക്യാവിറ്റീസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഈ ഫോഴ്സ് വന്ന് കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുകയും കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ സ്ട്രക്ചറിന് ഫെയിലിയേഴ്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കാണുന്നൊരു ഫൗണ്ടേഷനാണ്. നമ്മുടെ ഹാർബറിൽ നമ്മൾ ചെയ്തേക്കുന്ന ഒരു ഫൗണ്ടേഷനാണ്. ഇതാണ് സീ സൈഡ്, ഇതാണ് ഹാർബറിൻ്റെ സൈഡ്. അപ്പോൾ ഹാർബറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു വാൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു സീ വേവ് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അതിന് ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റ് എ ഉണ്ടാവും. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്റ്റഡ് അപ്വേർഡ് ഫോഴ്സും, ബി എന്ന് പറഞ്ഞാൽ അത് ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഡൗൺവേർഡ് വെർട്ടിക്കൽ ഫോഴ്സ്, സി എന്ന് പറഞ്ഞാൽ സക്ഷനാണ്. ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് പോർഷൻ ഓഫ് വേവ് ബാക്കിലേക്ക് പോകും, അതാണ് റിട്ടേൺ സക്ഷൻ ഫോഴ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഈ ഒരു പിക്ചറിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വേവ് ഇമ്പാക്റ്റ് ഓൺ സീ വാൾ. ഇനി ലാസ്റ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ ടൈഡ്സ് ആണ്. ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് സൺ ആൻഡ് മൂൺ ദർ ഈസ് റൈസ് ആൻഡ് ഫോൾ ഇൻ ഓഷൻ വാട്ടേഴ്സ് കോൾഡ് ടൈഡ്സ്. അപ്പോൾ സണ്ണിൻ്റെയും മൂണിൻ്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ഓഷൻ വാട്ടറിൽ ഒരു റൈസും ഫോളും ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ടൈഡ്സ് എന്ന് പറയുന്നത്. The rise in water level is called high tide and fall in water level is called low tide. അപ്പോൾ വാട്ടർ ലെവലിൽ ഉണ്ടാകുന്ന റൈസിനെ നമ്മൾ ഹൈ ടൈഡെന്നും ഫോളിനെ നമ്മൾ ലോ ടൈഡെന്നും പറയും. ഇൻ മെഡിറ്ററേനിയൻ സീ ദ ഹൈറ്റ് ഈസ് 0.5 to 1 meter. അപ്പോൾ ഈ ഒരു ടൈഡിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് വരുന്നത് 0.5 1 മീറ്ററൊക്കെയാണ് മെഡിറ്ററേനിയൻ സീയിൽ വരുന്ന ടൈഡിൻ്റെ ഡിഫറൻസ്. അടുത്തത് ടൈപ്സ് ഓഫ് ടൈഡ്. ആദ്യത്തത് സ്പ്രിംഗ് ടൈഡ്.
ദീസ് ആർ ദ ഹയസ്റ്റ് ടൈഡ്സ് വിച്ച് ഒക്കർ വെൻ സൺ, മൂൺ ആൻഡ് എർത്ത് ഫോൾ ഇൻ സെയിം ലൈൻ. അപ്പോൾ സണ്ണിൻ്റെയും മൂണിൻ്റെയും എർത്തിൻ്റെയും പൊസിഷൻ ഒരേ ലൈനിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് സ്പ്രിംഗ് ടൈഡ്സ്. സ്പ്രിംഗ് ടൈഡ്സ് ആണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ഓഷൻസിൽ ഉണ്ടാകുന്ന ടൈഡ്സ്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ വരാം. സണ്ണിൻ്റെ പൊസിഷൻ ഇത് തന്നെ, എർത്ത് ഇവിടെയും മൂൺ ഇവിടെയായിട്ട് വരാം. ഇതാണ് നമ്മൾ ഫുൾ മൂൺ എന്നുള്ള രീതിയിൽ പറയുന്നത്. അല്ലെങ്കിൽ എർത്തിന് മുമ്പായിട്ട് മൂണിൻ്റെ പൊസിഷൻ വരാം. അപ്പോൾ എന്താണെങ്കിലും ഇത് മൂന്നും ഒരേ ലൈനിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ടൈഡാണ് സ്പ്രിംഗ് ടൈഡ്. അതാണ് ഏറ്റവും ഹയസ്റ്റ് ടൈഡ്. അടുത്തതെന്ന് പറഞ്ഞാൽ നീപ്പ് ടൈഡാണ്. ദീസ് ആർ ദ ലോവസ്റ്റ് ടൈഡ് വിച്ച് ഒക്കർ വെൻ ദ ലൈൻസ് കണക്റ്റിംഗ് എർത്ത് വിത്ത് സൺ ആൻഡ് മൂൺ ഫോം റൈറ്റ് ആംഗിൾ. ഓക്കെ, അപ്പോൾ സണ്ണും എർത്തും മൂണും ഇത് കണക്ട് ചെയ്യുന്ന ഈ ഒരു ലൈൻ പെർപെൻഡിക്കുലർ ആയിട്ട് 90 ഡിഗ്രിയിലാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ടൈഡാണ് നീപ്പ് ടൈഡ്. ഇതാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ടൈഡ്. അടുത്തത് സെമി ഡ്യൂർണൽ ടൈഡ്. ദീസ് ആർ ദ ടൈഡ്സ് വിച്ച് ഒക്കർ ട്വൈസ് ഈച്ച് ലൂണാർ ഡേ. ഓരോ ലൂണാർ ഡേയിലും ഇത് 2 തവണയാണ് ഉണ്ടാകുന്നത്. സെമി ഡ്യൂർണൽ ടൈഡ്. ലൂണാർ ഡേ മീൻസ് ടൈം ടേക്കൺ ബൈ മൂൺ ടു മേക്ക് കംപ്ലീറ്റ് റെവല്യൂഷൻ അറൗണ്ട് ദി എർത്ത്. അപ്പോൾ എന്താണ് ലൂണാർ ഡേ? മൂൺ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എർത്തിന് ചുറ്റും എടുക്കുന്ന ആ ഒരു ടൈമിനെയാണ് നമ്മൾ ലൂണാർ ഡേ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഇവിടെ നമ്മൾ സെമി ആണ് പറഞ്ഞതെങ്കിൽ അടുത്തത് ഡയർണൽ ടൈഡ്. ദീസ് ആർ ഹൈ ടൈഡ്സ് ഒക്കർ ഓൺലി 1 ടൈം എ ഡേ. ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രം ഉണ്ടാകുന്ന ഒരു ഹൈ ടൈഡിനെയാണ് നമ്മൾ ഡയർണൽ ടൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ആദ്യം പറഞ്ഞ 2 ടൈപ്പാണ് ഇമ്പോർട്ടൻറ്റ്. ഇത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അടുത്തത് മിക്സഡ് ടൈഡ്. At some of harbors, first tide is well defined but second tide is not distinct. Hence it is called mixed tide. അപ്പോൾ ചില ഹാർബറുകളിൽ ഒരു ടൈഡ് നല്ല രീതിയിൽ ഹൈറ്റിൽ വരും, തൊട്ടടുത്ത ടൈഡ് ചിലപ്പോൾ ചെറിയ ഹൈറ്റിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ടൈഡിനെ നമ്മൾ മിക്സഡ് ടൈഡ് എന്നാണ് പറയുന്നത്. അടുത്തത് യൂസസ് ഓഫ് ടൈഡ്. അപ്പോൾ ടൈഡ് നമുക്ക് ഹാർബറിന് കുറേ എഫക്റ്റ് ഉണ്ടാക്കുമെങ്കിലും ടൈഡ് കൊണ്ട് നമുക്ക് ചില യൂസുകളുണ്ട്. ടൈഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഹാർനസിങ് ദ പവർ. അപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേഷനൊക്കെ വേണ്ടിയിട്ട് ടൈഡ് യൂസ് ചെയ്യാറുണ്ട്. ടൈഡ്സ് ആർ യൂസ്ഡ് ഫോർ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഷിപ്സ് ഇൻ ഹാർബർ. അപ്പോൾ ഷിപ്സിൻ്റെ എൻട്രൻസിലും എക്സിറ്റിലും നമുക്ക് ഷിപ്പിൻ്റെ എൻട്രി എക്സിറ്റിന് ആവശ്യമായിട്ടുള്ള ആ ഒരു പവർ ഈ ടൈഡ് വരുന്നതുകൊണ്ട് നമുക്ക് കിട്ടും. ഫിഷർമാൻ ടേക്സ് അഡ്വാൻറ്റേജ് ഓഫ് ടൈഡ്. അപ്പോൾ ഫിഷർമാൻസിന് ഈ ടൈഡ് ഉള്ളതുകൊണ്ട് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. പോഡ്സ് റിമെയിൻ ക്ലീൻ ഡ്യൂ ടു ടൈഡ്. ഈ ടൈഡ് വരുന്നത് കൊണ്ട് തന്നെ ഈ പോഡ്സിലുള്ള മെറ്റീരിയൽസിനൊക്കെ അത് എപ്പോഴും ക്ലീൻ ആയിട്ട് നിർത്തും. ഈ വെള്ളം റൈസ് ചെയ്ത് ഫോളോ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് അതിങ്ങനെ അടിച്ചടിച്ചടിച്ച് പോഡ്സൊക്കെ എപ്പോഴും ക്ലീൻ ആയിട്ട് കിടക്കും. ഹൈ ടൈഡ് വാട്ടർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഹാർവെസ്റ്റിംഗ് സാൾട്ട്. ഹൈ ടൈഡ് വാട്ടർ വെച്ചിട്ട് നമുക്ക് സോൾട്ട് മാനുഫാക്ചർ ചെയ്യാനായിട്ട് പറ്റും. ഇത്രയാണ് നമുക്ക് ഈ ഒരു ലെക്ചറിൽ വരുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നാച്ചുറൽ ഫോഴ്സസ് വിച്ച് എഫക്ട് ദ ഡിസൈൻ ഓഫ് ഹാർബർ. ഓക്കെ, താങ്ക് യു.